പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേറ്റ 5.5 വയസ്സുകാരി മരിച്ചു. മലപ്പുറം പെരുവള്ളൂർ സ്വദേശി ഫാരീസിൻ്റെ മകൾ സിയയാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ആണ് മരണം ഉണ്ടായത്. വിപിൻ സി വിജയൻ മറ്റു വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നു. വിപിൻ, ഗുഡ് മോർണിംഗ്. വലിയ സങ്കടമായി പോയല്ലേ വിപിൻ, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. അത്യന്തം വിഷമകരം ഉണ്ടാക്കുന്നൊരു വാർത്ത തന്നെയാണ്. സിയാമോൾ വിട പറഞ്ഞിരിക്കുന്നു. മാർച്ച് 29-നാണ് ഈ സിയാമോൾ ഉൾപ്പെടെയുള്ള 7 പേരെ തെരുവുനായ കടിച്ചത്. അതിനുശേഷം ആദ്യം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും സിയെ പ്രവേശിപ്പിച്ചു. കാലിനും തലയ്ക്കുമാണ് ഗുരുതരമായി ഈ തെരുവുനായയുടെ കടിയേറ്റിരുന്നത്. അതിനുശേഷം അപ്പോൾ തന്നെ വാക്സിൻ എടുത്തിരുന്നു. അങ്ങനെ ഒന്നാമത്തെ ഡോസ് വാക്സിൻ എടുത്ത് ആ ദിവസം തന്നെ, അതായത് മാർച്ച് 29 തന്നെ വീട്ടിലേക്ക് മടങ്ങി വരികയും ചെയ്തു. പിന്നീട് 2 ഡോസ് കൂടി എടുത്തിരുന്നു. അങ്ങനെ 2 ഡോസ് കൂടി എടുത്തതിന് ശേഷം മുറിവ് താൽക്കാലികമായി ഒന്ന് ഉണങ്ങി വരികയും മറ്റു കുട്ടികളോടൊപ്പം കളിക്കാവുന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ സി എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം ഈ മാസം 16-ാം തീയതിയോടുകൂടി പനി ആരംഭിച്ചു. ഇങ്ങനെ പനി തുടങ്ങിയതിന് ശേഷം വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോഴേക്കും പനി മൂർച്ഛിക്കുകയും ഒപ്പം തന്നെ ചില ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങുകയും ചെയ്തു. അങ്ങനെയാണ് രക്തമെടുക്കുകയും രക്തസാമ്പിളുകൾ പരിശോധിക്കുകയും ചെയ്തത്. അതിലാണ് പേവിഷബാധയുണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചത്. പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് വന്നിരുന്നത്. അതിനുശേഷം അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. ഇന്ന് പുലർച്ചെ 2:30 കൂടിയാണ് സിയ മരിച്ചത്. അതിനുശേഷം ഇപ്പോൾ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ചാത്രത്തൊടി ജുമാ മസ്ജിദിലാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രോട്ടോകോൾ പ്രകാരമായിരിക്കും മറ്റ് സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുകയും ചെയ്യുക. മറ്റ് 7 പേരെയായിരുന്നു കടിച്ചത്. മറ്റുള്ളവരുടെ ആരോഗ്യസ്ഥിതി കൂടി, അവരുടെ കൂടി രക്തം സാമ്പിളുകൾ പരിശോധിക്കണമെന്നുള്ള ആവശ്യമൊക്കെ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ആരോഗ്യ വിദഗ്ധരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് തലയ്ക്ക് ഗുരുതരമായി ഗുരുതരമായി പരിക്കേറ്റാൽ പിന്നീട് ഈ വാക്സിൻ ഒരു പക്ഷേ അത് ഫലപ്രദമാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കുട്ടിയുടെ പ്രായം 5.5 വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടുകൂടി ആയിരിക്കാം ഈ മരണം സംഭവിച്ചത്. അല്ലെങ്കിൽ ഇത് പോസിറ്റീവായത്, പേവിഷബാധ പോസിറ്റീവായത് എന്നുള്ളതാണ്. ഈ കടിച്ച നായ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഈ പ്രദേശത്ത് തന്നെ. അപ്പോൾ വളരെ വലിയ ഒരു തെരുവുനായ ശല്യം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. മിഠായി വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു ഈ 5.5 വയസ്സുകാരി. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ആ സമയത്താണ് തെരുവുനായ പാഞ്ഞെടുക്കുകയും കടിക്കുകയും ചെയ്ത്. അവിടെ അടുത്തുണ്ടായിരുന്ന ആളുകളായിരുന്നു സിയെ അന്ന് അവിടെ നിന്ന് രക്ഷിക്കുകയും ചെയ്തത്. അത്ര വലിയൊരു ആക്രമണമായിരുന്നു തെരുവുനായുടെ ഭാഗത്ത് ആ സമയത്ത് ഉണ്ടാവുകയും ചെയ്തത്. അതിനുശേഷം തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നുണ്ടെങ്കിലും 3 ഡോസ് വാക്സിൻ എടുത്തിട്ട് പോലും അത് ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല. ഒപ്പം തന്നെ പേവിഷബാധ പോസിറ്റീവായി എന്നുള്ളത് കൂടി വലിയ വിഷമമുണ്ടാക്കുന്ന വാർത്തയാണ്. ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്യും. എസ് കെ.